അപ്പോൾ വീഡിയോ അകത്തുനിന്ന് വേറൊരു പയ്യെ എടുക്കുകയെന്ന്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വെളിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന മാഡം വന്ന് പറയണം. പയ്യൻ വന്നിട്ട് ഇതിൻ്റെ അപ്പൻ്റെ വകയാ ഇത്. അല്ല, ഇവർ കല്യാണ പാർട്ടി കഴിഞ്ഞ് വന്നെന്ന ഒരു മീഡിയയിൽ പറയുന്നതായിട്ട്. അപ്പോൾ ഇവരാണ് മദ്യപിച്ചതെന്നല്ലേ എനിക്ക് തോന്നുന്നു. ഇത് ജോലിയിൽ നിന്ന് നിന്നെ എടുത്ത് വിടണത് കാണിച്ചു തരാം. ഇതാണ് പരാതിയുടെ സമയം നോക്കി ഡീറ്റെയിൽ 12:15. ഞാൻ പറഞ്ഞ തെറ്റി മാഡം, തെറ്റ് ചെയ്തത് നിങ്ങളുടെ ആ സഹോദരനാണ് തെറ്റ് ചെയ്തത്. പിന്നീടാണ് പറയുന്നത് ഞാൻ മേയറാണ്. ഈ സംഭവം ശനിയാഴ്ച രാത്രി 10:15. ഇവർ വണ്ടി ഒന്ന് കുറുകെ ഇടുന്ന 10:15. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തമ്പാനൂരിലോട്ട് വരെയാണ്. ഞാൻ സെൻട്രൽ ഡിപ്പോയിലെ ജോലിക്കാരനാണ്, താൽക്കാലിക ജോലിക്കാരനാണ്. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഞാൻ 2 വർഷമായിട്ടുണ്ട്. 2 വർഷത്തിൽ നിലമ്പൂർ 1 വർഷം, നിലമ്പൂർ വഴിക്കടവ് ലോങ്, ഏറ്റവും ലോങ്ങാണ്. അത് സൂപ്പർ ഫാസ്റ്റ് ഓടിയിട്ടുണ്ട്. ഇത്രയും കാലം ഒരു പരാതിയും കേട്ടിട്ടില്ല. മിന്നൽ, കോഴിക്കോട് മിന്നൽ ഓടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇത്രയും സ്പീഡിലും ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത്. പിന്നെ അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നു ഇപ്പൊ ഈ ഒരു വീഡിയോ വന്നതോടുകൂടിയാണ് ഇതൊരു അതാണ് എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത്? സംഭവിച്ചത് എൻ്റെ വണ്ടി ഞാനിങ്ങനെ ഓടിച്ച് വരുമ്പോൾ പല തവണയായിട്ട് ഈ കാർ ഇടത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. എന്നെ ഈ വണ്ടി ഓടിച്ച് പോകാൻ സമ്മതിക്കാത്ത രീതിയിൽ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പാളയത്ത് കൊണ്ടുവന്ന് കുറുക്ക് വെച്ച് വണ്ടി എടുത്ത് മൂവായി, റെഡ് സിഗ്നൽ കടന്ന് വണ്ടി എടുത്ത് മൂവായ, ഗ്രീൻ സിഗ്നലിൽ വന്ന് മൂവായപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു കാർ ഇടത് സൈഡിൽ കൂടെ കയറി വന്ന് കുറുക്കനെ കൊണ്ടുവന്ന് സീബ്ര ക്രോസിൽ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ചോദ്യം ചെയ്തിരുന്നു? ആരായിരുന്നു ആദ്യം ഇറങ്ങി? ആദ്യം ചോദ്യം ചെയ്ത ഒരു പയ്യനാണ്. പയ്യൻ വന്നിട്ട് ഇതിൻ്റെ അപ്പൻ്റെ വകയാ ഇത്, വേറെ ആർക്കും പോകണ്ടേ. കാറിൽ ഇവർ എത്ര പേരുണ്ട്? ഇവർ 5 പേരുണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. 2 പേരാണ് ആദ്യം ഇറങ്ങിയത് വെളിയിൽ. 2 പയ്യന്മാർ ഇറങ്ങിയിട്ടാണ് ചോദിച്ചത്. വണ്ടി ഓടിച്ച പയ്യനാണ്, ഒരു പൊക്കമുള്ളവർ, അത് വീഡിയോയിലുണ്ട്. അപ്പോൾ ആ പയ്യനാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് നിൻ്റെ അച്ഛൻ്റെ വകയാണോ. അപ്പോൾ വീഡിയോ അകത്തുനിന്ന് വേറൊരു പയ്യെ എടുക്കുകയെന്ന്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വെളിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന മാഡം വന്ന് പറയണം. അപ്പം ഈ ആര്യയും പിന്നീട് MLA ഇവരുടെ ഭർത്താവും എപ്പോഴായിരുന്നു ഇറങ്ങി വന്ന് നിങ്ങളോട്? ഇവര് ഈ പയ്യന്മാരുടെ അടുത്ത് ഞാൻ തർക്കം കൂടിയപ്പോഴത്തേക്ക് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നു. അപ്പം ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ വന്നപ്പോഴത്തേക്ക് തർക്കം കൂടിയപ്പോൾ അവരിറങ്ങി വന്നിട്ടും പിന്നെ സംസാരിക്കുന്ന സാധാരണ ഒരാൾ ഇവരെ കൂടെ ഈ പയ്യനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തെറ്റ് ചെയ്തത് നിങ്ങളുടെ ആ സഹോദരനാണ് തെറ്റ് ചെയ്തത്. പിന്നീടാണ് പറയുന്നത് ഞാൻ ഇത് മേയറാണ്, ഇത് എൻ്റെ ഭർത്താവും MLA ആണെന്ന് ആദ്യം നിങ്ങൾക്ക് ആദ്യ കാഴ്ച മനസ്സിലായിരുന്നു? എനിക്കറിയത്തില്ല, എനിക്ക് ഇവരെ അറിയത്തില്ലല്ലോ മേയറാണെന്നുള്ള. ഞാൻ ഈ രാവിലെ വണ്ടി ഓടിക്കാൻ പോയ രാത്രി വന്ന് കാരണം തിരുവനന്തപുരത്ത് ഇവര് വളരെ ശ്രദ്ധ നേടിയ മേയറാണ്. ശരിയാണ്, വാർത്തയും ചാനലും ഒക്കെ കാണുന്ന ആൾക്കാർക്ക് ഓക്കെ. ഞാൻ ഈ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ, 2-3 വർഷമായിട്ട് ഈ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വീട്ടിൽ ഇരിക്കുന്നില്ല, വീട്ടിൽ ഇരുന്നാലും സമയം കിട്ടുന്നില്ല, ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ ആര്യ രാജേന്ദ്രൻ പ്രധാനപ്പെട്ട ഒരു ആരോപണം താങ്കൾക്കെതിരെ ഉന്നയിച്ചത് ചേട്ടൻ അശ്ലീല ആംഗ്യം കാണിച്ചു, അശ്ലീല ഭാഷ. അത് അവർ തെളിയിക്കിട്ട്, ഞാൻ വീഡിയോ സഹിതമല്ലേ തെളിയിച്ച അവര് തെളിവ് എടുക്കട്ടെ. ഇത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ല, അത് ചുമ്മയാണ്. അത് എന്നെ നാണം കെടുത്ത, എന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എനിക്ക് 2018 ആ കേസുണ്ട്, ഈ കേസുണ്ടെന്നൊക്കെ. 2017 അങ്ങനെ ഒരു കേസ് ഇവിടുത്തെ പാർട്ടിക്കാരും തമ്മിലായിട്ട് ഇഷ്യൂ ആയപ്പോഴത്തേക്ക് ഒരു ലേഡി കൊണ്ടുവന്ന്, ലേഡിയെ ഇതേപോലെ തന്നെ പാർട്ടിക്കാരുമായിട്ടുള്ള ഇഷ്യൂവിൻ്റെ പേരിലാണ് സംസാരമായപ്പോഴത്തേക്ക് ഒരു ലേഡി കൊണ്ടുവന്ന് കൊടുത്തത് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ താങ്കൾ ഈ വിവാദം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതികരിച്ചു ഇവര് കാണിച്ചു തരാം എന്തുണ്ടാവും. അത് ഈ മാഡം പറഞ്ഞു, വെല്ലുവിളി നടത്തി, നിനക്കുള്ള നിന്റെ ജോലി നിന്റെ ജോലിയിൽ നിന്ന് നിന്നെ എടുത്ത് വിടണത് കാണിച്ചു തരാം, അത് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് ആ അധികാര ദുർവിനിയോഗമല്ലേ അവർ ചെയ്തത്. എനിക്കത് പവറില്ല. ഞാൻ ഇപ്പം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കൂ. ഒരു സാധാരണക്കാരനായോണ്ടാണോ താങ്കളോട്? അതാണ് സാധാരണക്കാരനായ സൈഡ് മാത്രമേ ഇതിനകത്തൊരു കേസ് വന്നിട്ടുള്ളൂ ഈ ഒരു വിഷയത്തിൽ. ഞാൻ 12:15 ഞാൻ പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ മൊബൈലിലുണ്ട്, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ ഞാൻ എടുത്തിടാറുണ്ട്. പരാതി കൊടുത്ത ആ സമയത്ത് ഫോട്ടോ എടുത്തിട്ട് പരാതി കൊടുക്കുകയും ചെയ്തു. പരാതി കൊടുത്തിട്ട് അവർ വാങ്ങിച്ച് മാറ്റിയിട്ട്
അവരത് ശ്രദ്ധിച്ച പോലുമില്ല. പിന്നെ ഇവർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ പരാതി നേരെ ചൊവ്വ എഴുതിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഒന്നും കൂടെ ഒരു പരാതി അതിൻ്റെ കൂടെ തന്നെ 7:15 പിൻ ചെയ്ത് വെച്ച് കൊടുത്തു. എന്നിട്ടും അതും ഇവർ വാങ്ങിച്ചില്ല, നോക്കിയില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇനിയിപ്പോൾ താഴ്ന്ന ജോലിക്കാരന് നമ്മൾ വലിയ പവറുള്ള ആളല്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ പരാതി അങ്ങനെ എടുക്കേണ്ടതെന്നായിരിക്കും. ഇപ്പൊ മറ്റൊരു ആരോപണം പറയുന്നത് ഇടത് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇതാണ് പരാതിയുടെ സമയം നോക്കി നോക്കൂ. ഡീറ്റെയിൽ 12:15 എത്ര 28 ഏപ്രിൽ 2024. ഇത് ആദ്യത്തെ പരാതി. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ പരാതി ഇതാണെന്ന് തോന്നുന്നു. അതിന്റെ ഡീറ്റെയിൽ എടുത്ത് കാണിച്ചുതരാം. എത്ര മണിക്ക് 7:45. ഈ സമയത്തും രണ്ട് പരാതി പിൻ ചെയ്താണ് ഇത് കൺട്രോൾമെന്റ് സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റിന്റെ അവിടെ. നിങ്ങളെ അല്ലേ ആദ്യം വന്ന് ഈ പോലീസ് കൊണ്ടുപോകുന്ന? എന്നെ തന്നെ പിടിച്ചോണ്ട് പോകുന്ന ഇവര് കല്യാണ പാർട്ടി കഴിഞ്ഞ് വന്നെന്ന ഒരു മീഡിയയിൽ പറയുന്നതായിട്ട്. അപ്പൊ ഇവരാണ് മദ്യപിച്ചെന്നല്ലേ എനിക്ക് തോന്നുന്നത്. ഇവര് പാർട്ടി അവരെ സഹോദരനെ ചെക്ക് ചെയ്തിട്ടില്ല, എന്നെയാണ് പിടിച്ചോണ്ട് പോയത്. നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഞാൻ ഒന്നും പരാതി പറയാൻ പോയില്ല. എന്തിന് നമ്മുടെ ഇവര് ഇത് കൗൺസിലറെന്നും മറ്റേ MLA എന്ന് പറഞ്ഞ ആളെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇനി തർക്കിക്കാൻ പോണെന്തിന്? വിളിച്ചൊരു സോറി പറഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നം. രാത്രി നിങ്ങൾ ഇതേപോലെ വിളിച്ച് ക്ഷമാപണം അത് ഞാൻ സോറി പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തീരണമെങ്കിൽ തീരട്ടെ, ഇവർക്ക് പവർ ഉണ്ടല്ലോ, എനിക്ക് ആ പവർ ഇല്ലല്ലോ, അതുകൊണ്ട് വിളിച്ച് സോറി പറഞ്ഞു. കോണിന്ന് വല്ല ഭീഷണിയോ അങ്ങനെ വന്നോണ്ടാണോ? അങ്ങനെ വന്നോണ്ടല്ല, ഭീഷണി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഉണ്ട് ഭീഷണിയൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ പറയുന്നുണ്ട്. പാർട്ടിയിലെ ഓരോരുത്തരും വിളിച്ച് പറയുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർ പാർട്ടിയിലുള്ളവരുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് ശ്രദ്ധിച്ചോ അളിയാന്നൊക്കെ വിളിച്ചു. പൊതുമധ്യത്തില് ഈ ജനപ്രതിനിധികൾ പെരുമാറേണ്ട ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. അത് അവരല്ല, അവര് വെറും മോശമായിട്ടാണ് ഒരു തരം താഴ്ന്ന പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോൾ. വാഹനം ഓടിച്ചിട്ട് ലഹരിയിലായിരുന്നു എന്നാണ് ഞാൻ ലഹരിയിലായിരുന്നെങ്കിൽ ഈ പോലീസ് നേരെ കൊണ്ടുപോയില്ലേ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് മെഡിക്കൽ എടുത്തപ്പോഴത്തേക്ക് നെഗറ്റീവ് അല്ലേ കാണിച്ചേ. ലഹരിയിലായിരുന്നെങ്കിൽ ഇത് അവര് ഒരു ഇരവാദ കാർഡ് ഇറക്കിയതാണെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് കേൾക്കുമ്പോൾ രണ്ട് വശവും കേൾക്കുമ്പോൾ അറിയാമല്ലോ. എന്നെ സഹായിക്കാൻ വേറെ ആരും ഇല്ലെന്ന് ഞാൻ ഇപ്പോഴും എല്ലാ മീഡിയാസിന്റെ അടുത്തും പറയുന്നുണ്ട്. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവർക്ക് പാർട്ടിയുണ്ട്, പിടിപാടുണ്ട്, എല്ലാം ഉണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പോലെ മീഡിയാസ് ഒക്കെ വളരെ മോശം. എന്തായിരുന്നു അവരാ പവർ, MLA പവർ കാണിച്ചു. ചാടി കയറി അടിച്ച് ബസ്സിന്റെ ഡോറിലൊക്കെ ഇട്ട് തുറന്നൊക്കെ പറഞ്ഞ് അടിച്ച് തുറന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. വളരെ മോശമായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് ഇപ്പൊ നിങ്ങളുടെ KSRTCയിൽ ഒരുപാട് തൊഴിലാളി യൂണിയൻ സംഘടനകളൊക്കെ ഉണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ? എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് INTUCയിലെ ചേട്ടന്മാരുണ്ടായിരുന്നു. എൻ്റെ കൂടെ വണ്ടി ഓടിയ BMSന്റെ അജയൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ജോലി നഷ്ടത്തിലാവൂല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അവർ പറയുന്നത് ജോലിക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പം ഒരു സാധാരണക്കാരന്റെ പക്ഷത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത്. അത് അങ്ങനെയാണല്ലോ. നമ്മൾ ഇപ്പം ഇന്ന് എനിക്ക് പ്രതികരണങ്ങളും വരുന്നത്. ഇന്ന് എനിക്ക് നാളെ വേറൊരു ഇതേപോലെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇതേപോലെയുള്ള വലിയ മേഖലയിലിരിക്കുന്ന ആളുകൾ ഇടപെട്ട് കഴിഞ്ഞാൽ പട്ടിയെ പോലെ കേട്ടോണ്ട് പോകാനേ പറ്റുള്ളൂ. ഇതാവുമ്പോൾ സാധാ ജനങ്ങളും പ്രതികരിക്കും. ഞാൻ ഒരാൾ പ്രതികരിക്കുമ്പോഴേ ബാക്കിയുള്ളവരും പ്രതികരിക്കും. ഈ ഒരു വിഷയത്തിൽ ഇനി തുടർന്ന് ഈ ഒരു നിയമ പോരാട്ടം തന്നെ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കടം വാങ്ങിച്ചാലും നിയമ പോരാട്ടം നടത്തും. ഏത് വിധേനയും താങ്കളെ ഇതിനകത്ത് കൊടുക്കുക എന്നുള്ളൊരു നിലപാടാണ്. ഏത് തെറ്റ് ചെയ്താലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, അവരാണ് തെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് പേടിയായിട്ടാണ് അവർ പല കേസുകളും ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ വാഹനം ഇങ്ങനെ വട്ടം വെച്ചതിനകത്ത് താങ്കളുടെ ഭാഗത്ത് വീഴ്ചയല്ല എന്നുള്ളത് അത് കാണുമ്പോൾ അറിയാമല്ലോ. വീഡിയോ കാണുമ്പോഴും മാഡത്തിന്റെ സംസാരവും കേൾക്കുമ്പോഴും അറിയാമല്ലോ. ഞാൻ ഇത്രയും നേരമായിട്ട് സംസാരിച്ചിട്ടും മാഡത്തിന് അനാവശ്യമായിട്ട് പറഞ്ഞില്ല. അവർ ഇങ്ങനെ എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് അവരെ ക്വാളിറ്റി. ഇതെന്റെ പത്രസമ്മേളനം വിളിച്ചപ്പോഴും അതെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് തന്നെ പറയാനുള്ളൂ അവർക്ക്. എന്ന് വെച്ചാൽ എൻ്റെ തെളിവുണ്ടല്ലോ, വീഡിയോ ഉണ്ടല്ലോ. അത് വേറെ